ഗുഡ് മോർണിംഗ്. ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകൾ അവരുടെ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അവർ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഈ ഒരു ട്രയൽ ബാലൻസും അതുപോലെ തന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെയൊക്കെ ഒരു കോപ്പി ഹെഡ് ഓഫീസിന് കൊടുക്കും. ഹെഡ് ഓഫീസും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതെല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട്, അവർക്ക് പല ബ്രാഞ്ചുകളുണ്ടായിരിക്കും, അതെല്ലാം കൂടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് അവരൊരു കോളംനാർ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുക. അതായത് കമ്പൈൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് കമ്പൈൻഡ് ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ബ്രാഞ്ചുകളുടെ ട്രയൽ ബാലൻസ് എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ടുകളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻകോർപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ രണ്ട് തരത്തിലാണ് ഇൻകോർപ്പറേഷൻ വരുന്നത്. ഒന്ന് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും ഉണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് പ്രോഫിറ്റ് എങ്ങനെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിൽ രണ്ട് മെത്തേഡുകളാണ് വരുന്നത്. ഒന്ന് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും രണ്ടാമത്തത് അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും. ഇത് വളരെ സിമ്പിളാണ്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ബ്രാഞ്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ഹെഡ് ഓഫീസ്. ഇതിൽ ഹെഡ് ഓഫീസാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കാം. ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം ഹെഡ് ഓഫീസ് എന്താണ് ചെയ്യുന്നത്, ഓരോ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ഫൈനൽ ഫിഗർ, അതായത് ഫൈനൽ ഫിഗർ എന്ന് പറയുന്നത് എക്സ്പെൻസസിൻ്റെ, ഇൻകത്തിൻ്റെ, പ്രോഫിറ്റിൻ്റെ, അസറ്റിൻ്റെ, ലയബിലിറ്റീസിൻ്റെ, ഇതെല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഐറ്റം, ഇൻകോർപ്പറേറ്റിംഗ് ദ ഐറ്റംസ് അപ്പിയറിംഗ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. നമുക്കറിയാം, ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, വേജസ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ്, വേജസ്, ക്യാരേജ് ഇൻവേർട്സ് പോലുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതൊക്കെയാണ് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഉണ്ടാവുക. സോ ഈ ഒരു ഐറ്റംസിനെയൊക്കെ, അതായത് ഓരോ ബ്രാഞ്ചുകളുടെയും ഈ ഐറ്റത്തിനെയൊക്കെ ഹെഡ് ഓഫീസ് എന്താണ് ചെയ്യുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിന് പാസ് ചെയ്യുന്ന എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച്. ഏത് ബ്രാഞ്ചിൻ്റെയാണോ, അപ്പോൾ ബ്രാഞ്ച് എ, ബ്രാഞ്ച് ബി, 3 ബ്രാഞ്ചുകളുണ്ടെങ്കിൽ ആദ്യത്തെ ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിനെല്ലാം ഹെഡ് ഓഫീസ് എന്താണ്, ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ്. ഹെഡ് ഓഫീസ് ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച്, 3 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ബ്രാഞ്ച് എ, ബ്രാഞ്ച് എയിൽ നിന്നുള്ള എല്ലാ ഓപ്പണിംഗ് സ്റ്റോക്കിനെയും കൺസോളിഡേറ്റ് ചെയ്തിട്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഇതിനെല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഈ എൻട്രി പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് ബി, ടു ബ്രാഞ്ച് സി, അങ്ങനെ എല്ലാ ബ്രാഞ്ചുകളുടെയും എന്ത് ചെയ്യുന്നു, ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ലൈക്ക് അടുത്ത എൻട്രി നോക്കുക, ഇൻകോർപ്പറേറ്റിംഗ് ദ ഐറ്റംസ് അപ്പിയറിംഗ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. നോർമലി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് സെയിൽസ് ലെസ് റിട്ടേൺസ്, അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതൊക്കെയാണ്. സോ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. സോ അവരുടെ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബൈ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ ട്രേഡിംഗ് ഗ്രോസ് പ്രോഫിറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ സാധാരണ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നു, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നു, അത് തന്നെ, പക്ഷേ ഓരോ ബ്രാഞ്ചുകളിൽ നിന്നുള്ളത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അതുപോലെ ഇൻകോർപ്പറേറ്റിംഗ് ഐറ്റംസ് അപ്പിയറിംഗ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളും, അതായത് എക്സ്പെൻസ് ലൈക്ക് സാലറീസ്, റെൻറ്റ്, പിന്നെ ഡിപ്രീസിയേഷൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഡെബിറ്റ് സൈഡിലുണ്ടാവുക. സോ അതിൻ്റെ എൻട്രി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച്. ഓക്കെ, ദെൻ ഇൻകോർപ്പറേറ്റിംഗ് ഐറ്റംസ് അപ്പിയറിംഗ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്, അതായത് ഡെബിറ്റ് ആണ് വന്നിട്ടുള്ളത്, ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസിനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അവിടെ സ്പെല്ലിംഗ് എറർ, ടൈപ്പിംഗ് എററാണ്, ക്രെഡിറ്റ് സൈഡാണ് വരുന്നത് കേട്ടോ, 5ാമത്തെ പോയിൻറ്റ്. ദെൻ 6th വൺ, ട്രാൻസ്ഫർ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇത്രയും 6 എൻട്രികളാണ് നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ, അതായത് ഇൻകോർപ്പറേഷൻ ചെയ്യുന്നതിന് ഫസ്റ്റത്തെ മെത്തേഡ് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ്, അതിൽ പാസ് ചെയ്യുന്ന എൻട്രീസ് സിമ്പിളാണ്.
ദെൻ അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ ഒരൊറ്റ എൻട്രി മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടെ ഹെഡ് ഓഫീസ് പാസ് ചെയ്യുന്ന ഒരൊറ്റ എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചുള്ള എൻട്രി, അതായത് ഫൈനൽ ഫിഗർ ഓരോ ബ്രാഞ്ചിൽ നിന്നുള്ള ഫൈനൽ പ്രോഫിറ്റിനെ മാത്രം റെക്കോർഡ് ചെയ്യുന്നു ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, സോ വളരെ സിമ്പിളാണ്. ഇതുപോലെ തന്നെ അസറ്റിൻ്റെ ലൈബിലിറ്റീസിൻ്റെ കേസിൽ ഇൻകോർപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബ്രാഞ്ച് അസറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച്, ഓരോ അസറ്റ്സിനെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അതുപോലെ ബ്രാഞ്ച് ലൈബിലിറ്റി ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച് ലൈബിലിറ്റി. നമുക്കറിയാം ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അസറ്റിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. ലക്ഷദ്വീപ് ബ്രാഞ്ച് ഓഫ് കൊച്ചി കെമിക്കൽസ് ലിമിറ്റഡ് കൊച്ചി സെൻഡ് ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ടു കൊച്ചി. അതായത് ബ്രാഞ്ചാണ് സെൻഡ് ചെയ്യുന്നത് ഹെഡ് ഓഫീസിലേക്ക്. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് ആഫ്റ്റർ ഇൻകോർപ്പറേറ്റിംഗ് ട്രയൽ ബാലൻസ്. Closing stock at branch on 31st December 2022 was 18,000. Also prepare necessary incorporating entries in the head office books. ഇത് വലിയൊരു പ്രോബ്ലമാണ്, എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഹെഡ് ഓഫീസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ബ്രാഞ്ചിൻ്റെ ബുക്കിൽ പ്രിപ്പയർ ചെയ്യാൻ. ഇനി ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എങ്ങനെയാണ് ഇൻകോർപ്പറേഷൻ നടത്തിയിട്ട് ചെയ്യുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ജേർണൽ എൻട്രീസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഐറ്റംസ് ഇതൊക്കെയാണ്. നമുക്ക് ട്രയൽ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് ആണ്. സ്റ്റോക്ക്, ഫർണിച്ചർ, ഗുഡ്സ് ഫ്രം കൊച്ചി, പർച്ചേസസ്, റിട്ടേൺ ഇൻവേർഡ്സ്, സാലറീസ്, ജനറൽ എക്സ്പെൻസസ്, റെൻറ്റ്, ബാഡ് ഡെറ്റ്സ്, ദെൻ ക്യാരേജ്, സൺട്രി ഡെറ്റേഴ്സ്, ബാങ്ക് ബാലൻസ്, അലവൻസസ്, ബിൽസ് റിസീവബിൾ, ഇത്രയും കാര്യങ്ങൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റംസ് സെയിൽസ്, റിട്ടേൺസ് ടു കൊച്ചി, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഹെഡ് ഓഫീസ് അക്കൗണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ബുക്സ് ഓഫ് ലക്ഷദ്വീപ് ബ്രാഞ്ച്, അതായത് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, അതിന് റിട്ടേൺസ് കുറച്ച്, ക്യാരേജ് ഇൻവേർഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് സൈഡിൽ വരുന്ന നമുക്ക് ഡയറക്റ്റ് ഐറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് ലെസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസേ വരുന്നുള്ളൂ. അതിൻ്റെ ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. സോ ഗ്രോസ് പ്രോഫിറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു സാധാരണ ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ബാലൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം എഴുതിയിട്ടുണ്ട്. ദെൻ അതിൻ്റെ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ആണ് വരുന്നത് 34,700. ഹെഡ് ഓഫീസ് അക്കൗണ്ട് ബ്രാഞ്ചിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ആദ്യം ഓപ്പണിംഗ് ബാലൻസ്, നമുക്ക് ഹെഡ് ഓഫീസിൻ്റെ ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് 10,300 ആണ് നമുക്ക് ബാലൻസ് തന്നിട്ടുള്ളത്. സോ അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഇതിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ബാലൻസിങ് ഫിഗറിനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു 45,000. ഓക്കെ, സിമ്പിൾ. ദെൻ ബാലൻസ് ഷീറ്റിൽ എല്ലാ അസറ്റുകളും അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. ലയബിലിറ്റീസ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ഉള്ളത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസ് ഫിഗർ അത് എഴുതുന്നതോടുകൂടെ നമ്മളുടെ ബാലൻസ് ഷീറ്റ് ടാലി ആകും. ഇത്രയും കാര്യങ്ങൾ, അതായത് സാധാരണ ഒരു നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്ന ഫോർമാറ്റ് തന്നെ. ഇനി അടുത്തത് ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ആണ്. ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് നമ്മളിപ്പോൾ പഠിച്ചു എങ്ങനെയൊക്കെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച്, അത് എല്ലാ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, ക്യാരേജ് ഇൻവേർഡ്സ്, ഇതെല്ലാം കൂടെ കൂട്ടിയതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. ദെൻ ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ലക്ഷദ്വീപ് ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്, എല്ലാ ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസും. ദെൻ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് ഗ്രോസ് പ്രോഫിറ്റിനെ. ദെൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ലക്ഷദ്വീപ് ബ്രാഞ്ച്, അതെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. എല്ലാ ഇൻഡയറക്റ്റ് ഇൻകംസ് ഇല്ല, നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകം ഇല്ല. അതുകൊണ്ട് ബാലൻസ് വരുന്ന പ്രോഫിറ്റിനെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അസറ്റ്സിനെ മാറ്റുന്ന എൻട്രി ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച്
ലൈബിലിറ്റീസ് ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച് ലൈബിലിറ്റി. സോ ലക്ഷദ്വീപ് ബ്രാഞ്ച് അക്കൗണ്ട്, അതായത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലുള്ള ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ എൻട്രി വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു, ദെൻ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, ദെൻ അതായത് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ള നമ്മളിപ്പോൾ പാസ് ചെയ്തിട്ടുള്ള എൻട്രി ജസ്റ്റ് ഈ ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതായത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് അപ്റ്റഡ് ടു ലക്ഷദ്വീപ് ബ്രാഞ്ച്, അതിലെല്ലാം ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ്. ലക്ഷദ്വീപ് ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച് ട്രേഡിംഗ്, അതെല്ലാം ക്രെഡിറ്റ് സൈഡിലുള്ള, അതായത് സെയിൽസ് ഐറ്റംസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതൊക്കെ. ദെൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ലക്ഷദ്വീപ് ബ്രാഞ്ച് എന്ന് പറയുന്നത് എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും. ദെൻ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച്, എല്ലാ അസറ്റ്സ്. ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച് ലൈബിലിറ്റീസ്, എല്ലാ ലൈബിലിറ്റീസും. ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ലക്ഷദ്വീപ് ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ബാലൻസിങ് ഫിഗർ ഒന്നുമില്ല, ജസ്റ്റ് അത് ക്ലോസ് ചെയ്തു. അബ്രിഡ്ജ്ഡ് മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരൊറ്റ എൻട്രി പാസ് ചെയ്യേണ്ടതുള്ളൂ. അതിൽ മെമ്മോറാണ്ടം സാധാരണ പോലെ തന്നെ നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ്, അതായത് പിന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അതുപോലെ തന്നെ ഉണ്ടാകും. ജേണൽ പാസ് ചെയ്യുന്നത് ജസ്റ്റ് സിമ്പിൾ എൻട്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ എൻട്രിയിലോട് കൂടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഫിഗർ മാറ്റി, അത് ബ്രാഞ്ച് അക്കൗണ്ട് അപ്റ്റഡ് ടു ബ്രാഞ്ച് ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ദെൻ അസറ്റിനും ലൈബിലിറ്റീസിനും സെപ്പറേറ്റ് എൻട്രീസ്. ബ്രാഞ്ച് അക്കൗണ്ട് നോക്കുക, ഇവിടെ സിമ്പിൾ എൻട്രീസ് മാത്രമേ ഉണ്ട്. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ എൻട്രിയിലൂടെ ഇവിടെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ അസറ്റും ലൈബിലിറ്റീസും. മറ്റേതിൽ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ട്രേഡിങ്ങിലെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസിന് ഒരു എൻട്രി, ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റംസിന് എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസിന് എൻട്രി, ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസിന് എൻട്രി, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് വേറൊരു എൻട്രി. ഇവിടെ ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എൻട്രി മാത്രമേ വരുന്നുള്ളൂ.